ദൈവത്തിന്റെ അതിമഹത്തമായ നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിനം നമുക്ക് ആരംഭിക്കാം. സങ്കീർത്തനങ്ങൾ 38:9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവെ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. ഈ പ്രഭാതത്തിലും നല്ല ഒരു സ്നേഹിതനെ പോലെ, നല്ലൊരു പിതാവിനെ പോലെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ സഹായിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവിനോട് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് പറയാം, കർത്താവെ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ വെക്കുന്നു. എനിക്ക് അനവധി ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്റെ ഹിതപ്രകാരമല്ല, അങ്ങയുടെ ഹിതപ്രകാരം നടക്കേണ്ടതിനായി അതറിയുന്ന, ആവശ്യങ്ങൾ അറിയുന്നവനും അതിന്റെ നിലകളിൽ പ്രവർത്തിക്കുന്നവനുമായി കർത്താവെ, എന്റെ ആഗ്രഹം ഞാൻ നിന്റെ മുമ്പിൽ വെക്കുക. ഇന്ന് പകൽക്കാലം അങ്ങനെ പറയട്ടെ. സ്വന്തമായ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പിൽ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അപ്രകാരം പറയട്ടെ. അല്ലെങ്കിൽ ആസ്ത്രം അതിനോട് ചേർത്ത് ഇങ്ങനെ പറയാം. സങ്കീർത്തനങ്ങൾ 16:2 നമ്മളിങ്ങനെ വായിക്കുന്നു, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല കർത്താവേ. എന്റെ ആഗ്രഹം നിന്റെ മുമ്പിൽ വെക്കുമ്പോൾ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇന്ന് പകൽക്കാലം ആ വിശ്വസ്തനായ ആ നല്ല കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് എന്റെ ആഗ്രഹം നിന്റെ മുമ്പിൽ വെക്കുന്നു. ഇതുവരെയും ഞാൻ അനുഭവിച്ച നന്മ എല്ലാം അങ്ങ് മുഖാന്തരം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അങ്ങ് നീ ഒഴിഞ്ഞുള്ള വേറൊരു നന്മയും എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ വെക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ധൈര്യപ്പെടാം, അവൻ നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിക്കും. ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിനമായിരിക്കാം. സ്വർഗത്തിലെ ദൈവം ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.